ഞങ്ങൾ പരസ്പരം സമയമാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വാചകങ്ങളാണിത്. സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ബന്ധുക്കളെ സന്ദർശിക്കുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അതുവഴി അവരുടെ ആ ഐക്യവും സ്നേഹവും ബന്ധവുമൊക്കെ അവർ ശക്തിപ്പെടുത്തുകയാണ്. ഒപ്പം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവർ പങ്കുവയ്ക്കുകയാണ്. അതെ, നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ഐക്യം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് വരിക, ഒരുമിച്ച് ആയിരിക്കുക, ഭക്ഷിക്കുക, പാനം ചെയ്യുക, പരസ്പരം ശ്രവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കുചേരുക. തിരക്കിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അത്ര പ്രാധാന്യം നൽകാത്ത ഒരു കാലഘട്ടത്തിൽ പരസ്പരം സമയം കണ്ടെത്തുവാനായിട്ട്, പരസ്പരം സമയം പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, അത് ഇന്നത്തെ ലോകത്തിന്, നമ്മുടെ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. കാരണം അതുവഴി മാത്രമേ നമ്മുടെ ഐക്യത്തെ, നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഐക്യത്തെപ്പറ്റി, ഈ കൂട്ടായ്മയെപ്പറ്റിയാണ് യേശു സംസാരിക്കുന്നത്. എല്ലാവരും ഒരുമയിലായിരിക്കുക. അതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഒരു ഐക്യം അത് എങ്ങനെ സാധ്യമാണ്? എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത്? എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതുമാണോ ഈ ഐക്യം? അതോ നമ്മുടെ വ്യക്തിപരമായ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലൂടെ നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തെ, ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതാണോ? ഒരു ആത്മാവോടും ഒരു ഹൃദയത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുക, ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണത്. ചിലപ്പോഴൊക്കെ അത് സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ലിയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു കർദിനാൾ നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു മനസ്സോടെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതെ, ഈ ഐക്യം ചിലപ്പോഴൊക്കെ സാധ്യമാണ്. എന്നാൽ എപ്പോഴും അത് സാധ്യമാകണമെന്നില്ല. നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, സഭകളിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഐക്യം എന്നുള്ളത്, അല്ലെങ്കിൽ കൂട്ടായ്മ എന്നുള്ളത് ഇത്ര പ്രശ്നം പിടിച്ചതാകുന്നത്? കാരണം നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് ചിന്തകൾ ഉള്ളവരാണ്. നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും നമ്മുടേതായിട്ടുള്ള ബോധ്യങ്ങളും ഉള്ളവരാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ശരി എന്നാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഒരു ഏക അഭിപ്രായത്തിൽ, ഏക ലക്ഷ്യത്തിൽ എത്തുവാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഈ ലക്ഷ്യം എങ്ങനെയാണ് നമ്മൾ സാധ്യമാക്കുന്നത്? യേശു പറയും, അതിന് ദൈവത്തിലേക്ക് നോക്കുക, പിതാവിലേക്ക് നോക്കുക, പുത്രനിലേക്ക് നോക്കുക, പരിശുദ്ധാത്മാവിലേക്ക് നോക്കുക. അവർ 3 പേരും 3 വ്യത്യസ്ത വ്യക്തികളാണ്. എന്നാൽ ഈ വ്യത്യാസത്തിലും അവരെ ഒന്നിപ്പിക്കുന്നത് അവരുടെ ദൈവികതയാണ്. സ്നേഹമുള്ളവരെ, ഐക്യമെന്നുള്ളത് എല്ലാവരും ഒരുപോലെ ആയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ തനതായിട്ടുള്ള രീതികളിലൂടെ, എന്നാൽ അഭിപ്രായ സമന്വയങ്ങളിലൂടെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലൂടെ ഈ ഐക്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പരസ്പരം ബഹുമാനിക്കുവാനായിട്ട്, പരസ്പരം കേൾക്കുവാനായിട്ട്, പരസ്പരം സമയം നൽകുവാനും സമയം പങ്കുവയ്ക്കുവാനും അവസരങ്ങൾ കണ്ടെത്തണം. ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ഈ ഒരു സ്നേഹ വിശ്വാസ ബന്ധത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ വളർത്താം. കാരണം എല്ലാവരും ഒന്നായിരിക്കണം എന്നുള്ള ഒരു സ്വപ്നത്തിലേക്കാണ്, ഐക്യത്തിൻ്റെ സ്വപ്നത്തിലേക്കാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. അതിന് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.